ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. സെറ്റ് എക്സാം കഴിഞ്ഞു. അടുത്തൊരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് നിങ്ങളെല്ലാവരും. ഈ കഴിഞ്ഞ എക്സാമിൽ ഏറ്റവും കൂടുതൽ കണ്ണ് തള്ളിയ എന്ന് പറയുന്ന ഒരു പോർഷൻ കറണ്ട് അഫയേഴ്സ് ആണ് അല്ലേ? എവിടുന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നത് എന്ന് നമ്മൾ പലരും ആശ്ചര്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇത് എന്തിനു വേണ്ടിയാണെന്നല്ലേ? അടുത്ത സെറ്റ് എക്സാം നേടാനായിട്ട് മുന്നിലിരിക്കുന്ന എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു കണ്ടന്റാണിത്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, നോക്കിക്കോളൂ. പ്രധാനപ്പെട്ട മേഖലകൾ എന്തൊക്കെയായിരുന്നു? സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഈ മേഖലയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വന്നിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഞാനിത് തൊട്ട് മുമ്പിലുള്ള ഒരു വീഡിയോ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മേഖലയ്ക്ക് നല്ല പ്രാധാന്യമാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ LBS നടത്തുന്ന ഒരു മത്സര പരീക്ഷയാണിത്. ആ LBS നടത്തുന്ന പരീക്ഷയിൽ ഈ ഒരു മേഖല വളരെ നന്നായി ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സ്കീംസ് രണ്ടാമത്തെ സ്ഥാനത്ത് പോയതാണ്. സ്കീംസിൽ തന്നെ കേരളത്തെ ബേസ് ചെയ്ത 2 ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ കേന്ദ്രത്തെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനുമായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അവാർഡ്, മറന്നു പോകേണ്ട അവാർഡുകൾ. നമ്മുടെ എഴുത്തച്ഛനും വയലാറും ഒക്കെ അങ്ങ് മാറുന്നു LBS എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ കേട്ടിവയില്ലാത്തത് അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് വീണ്ടും എവിടെ നിന്നായിരുന്നു? നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അവാർഡായിരുന്നു. ദെൻ ഇക്കോളജി പാർട്ട് എപ്പോഴും പരിഗണിക്കുന്നത് പോലെ തന്നെ പരിഗണിച്ചിട്ടുണ്ട്. ഇക്കോളജിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. യുനെസ്കോ, GI ടാഗ്, ലോയുമായി ബന്ധപ്പെട്ടത്, സ്പോർട്സുമായി ബന്ധപ്പെട്ടത്, മ്യൂസിയവുമായി ബന്ധപ്പെട്ടത്. ഈ കൂട്ടത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജിയും അവാർഡുകളുമായിരുന്നു ഏറ്റവും കൂടുതൽ. അവാർഡിലെ വീണ്ടും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്ന പോർഷൻസ്. ഇതാണ് ഒരു ഏറ്റവും ഹയർ ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പം ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാർത്തകൾ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കാണുന്നത് നമ്മുടെ മിനിസ്ട്രിയുടെ പത്രക്കുറിപ്പുകളിലെ വാർത്തകൾ തന്നെയാണ്. അവരുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഈ ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രിയുടെ പേജുകൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേജുകൾ ഫോളോ ചെയ്യുക. വെബ്സൈറ്റുകളിൽ നിന്നുള്ള കണ്ടൻറ്റുകൾ നോക്കുക. PDF വാർത്തകൾ വായിച്ചു നോക്കുക. തീർച്ചയായിട്ടും ഇവിടുത്തെ മാർക്ക് നേടാൻ വേണ്ടി അതുമാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്. കാരണം അവിടെ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് ഒരു നമ്മുടെ ഈ ഒരു പേരുകൾ തന്നെ നിങ്ങൾ അഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ PDF-കളിലേക്കൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ പത്രവാർത്തകളിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. നമുക്ക് മനസ്സിലാകുന്ന റിസോഴ്സുകളെല്ലാം തന്നെ നിങ്ങൾ ഇവിടെ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഓവറോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ചോദ്യത്തിൻ്റെ TNPB ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട്? നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കേട്ടിട്ടുള്ള പദങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ എല്ലാവരും ഏകദേശം ഒരുവിധം കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുള്ളവർ ഈയുടെ ഒരു വാർത്തയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ആൻസർ ചെയ്ത് കാണും. ജീൻ എഡിറ്റിംഗ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ പദം TNPB എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇവിടെ ഒരു ആൻസർ ചെയ്ത് കാണും. ഇതുപോലെ അബ്രിവേഷനും അതോടൊപ്പം തന്നെ കണ്ടുപിടുത്തങ്ങളുമായിരുന്നു ഈ പ്രാവശ്യത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പാറ്റേൺ എന്ന് പറയുന്നത്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. IIT ഹൈദരാബാദ് ഡെവലപ്ഡ് ആൻ എക്കോ ഫ്രണ്ട്ലി സോളാർ സെൽസ് യൂസിങ്. പക്ഷേ 4 ക്വസ്റ്റ്യനിലെ 3 ക്വസ്റ്റ്യനും 2024 കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ, അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നെങ്കിൽ ഈ വാർത്ത 2019 വാർത്തയായിരുന്നു. 2019 കറണ്ട് അഫയേഴ്സ് വാർത്തയായിരുന്നു. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ആ സമയത്ത് ഇത് നമ്മളെല്ലാവരും PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കെങ്കിലും ഈ ചോദ്യം ഫെമിലിയർ ആയിരുന്നു. കുങ്കുമം ഡൈ ആയിരുന്നു ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നിരുന്നത്. കുങ്കുമം ഡൈ. ഞാനിവിടെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കുകയല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ. കാരണം കറണ്ട് അഫയേഴ്സ് ആണ്. ഇനിയും പുതിയ ഈ പാറ്റേൺ മനസ്സിലാക്കിയാണ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എപ്പോഴും കൃത്യമായി എൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻസ് കിട്ടിക്കാണും. IIT-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു തരാറുള്ളതാണ്.
കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിൽ IIT-യുമായി ബന്ധപ്പെട്ട അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ എയിംസുമായി ബന്ധപ്പെട്ട അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മുടെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സിലെ ഒരു പ്രധാന മേഖലയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒരു ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ പറഞ്ഞു 2024 ഓഗസ്റ്റിലെ നമ്മുടെ മിനിസ്ട്രിയുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പത്രവാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്ന വാർത്തയാണിത്. നോക്കിക്കോളൂ. ഇതിൻ്റെ കൊടൈക്കനാൽ ടവർ ടനലിനെ ബേസ് ചെയ്തിട്ടുള്ള ആസ്ട്രോണമേഴ്സിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥാപനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ സ്ഥാപനങ്ങളുടെ LBS നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാറ്റേൺ കടന്നു വരുന്നത്. ആ സ്ഥാപനങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അത് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ ചോദിക്കുന്നു. സോ ഡെഫിനറ്റ്ലി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ പാറ്റേൺ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒരു പ്രശ്നമാകില്ല. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. ഇത് കൊടൈക്കനാൽ ടവർ ടണലായിരുന്നു. ഒരു അല്പം കുറച്ച് പേരായിരിക്കും ഇതിൻ്റെ ഒരു ആൻസർ എഴുതിയിട്ടുണ്ടാകുക. ഇത്തിരി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും വാർത്ത വായിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് TENGയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു. അപ്പം TENGയുടെ ഫുൾ ഫോം എന്ത്? TENGയുടെ ഫുൾ ഫോം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രൈ ബയോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ ടെക്നോളജിയാണ് TENG എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ TENG ടെക്നോളജി എനർജി ജനറേറ്ററിൽ വർക്ക് ചെയ്യുന്ന മോഡൽസ് ആണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ മൂവ്മെന്റ് ഓഫ് യുവർ സ്റ്റെപ്സ് ഇൻ ടു ഇലക്ട്രിക് എനർജി. ഈ പറയുന്ന വാർത്ത ഒരുപാട് പത്രവാർത്തകളിൽ ഭയങ്കരമായി ഇടം നേടിയ ഒരു വാർത്തയായിരുന്നു. ഇതും നിങ്ങൾക്ക് എന്തിൽ കാണാൻ പറ്റും? സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മിനിസ്ട്രിയുടെ നോട്ടിൽ കാണാൻ പറ്റുന്ന ഒരു വാർത്തയാണ്. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. ഈ പറയുന്ന മൂവ്മെന്റ് ഓഫ് യുവർ സ്റ്റെപ്സ് ഇൻ ടു ഇലക്ട്രിക് എനർജി എന്ന് പറയുന്ന ഈ ഒരു നോട്ട് ഈ ഒരു ക്വസ്റ്റ്യനും അത്യാവശ്യം ഒരുപാട് ചർച്ചയായ ഒരു വാർത്തയായിരുന്നു. ദെൻ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ടോട്ടൽ ക്വസ്റ്റ്യനെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അനലൈസ് ചെയ്തപ്പം നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? IIT അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ട സംഘടനകൾ അല്ലെങ്കിൽ എയിംസുമായിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ നേരത്തെ ചോദിച്ചിരുന്ന പാറ്റേണിൽ തന്നെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഇവിടെ ഈ പ്രാവശ്യം നമ്മുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളായിരുന്നില്ല കൂടുതൽ റെലവൻസ് ഉണ്ടായിരുന്നത്. സാധാരണ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാർത്തയും ഇവിടെ വരുന്നതായിരുന്നു. ഈ പ്രാവശ്യം അതുണ്ടായിരുന്നില്ല ഈ ഒരു പാറ്റേണിൽ. ഓക്കെ, ഇനി നോക്കിക്കേ. അടുത്തത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ബയോഡൈവേഴ്സിറ്റി പ്ലാനാണ്. എല്ലാവരും കേട്ടിട്ടുള്ളതായിരുന്നു. പച്ചത്തുരുത്ത് എന്നുള്ളതിനെ ബേസ് ചെയ്ത ചോദ്യമാണ്. കാരണം പത്രവാർത്തകളിൽ പരസ്യമായിട്ട് തന്നെ ഈ വാർത്ത വന്നതാണ്, പച്ചത്തുരുത്ത് എന്ന് പറയുന്ന വാർത്ത. അപ്പം അത് വലിയൊരു പ്രശ്നമുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനൊന്നും അല്ലായിരുന്നു. എല്ലാവരും ആൻസർ ചെയ്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ആൻസർ ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ പ്രയാസമാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് കറണ്ട് അഫയേഴ്സിൻ്റെ പ്രിപ്പറേഷനിൽ എടുക്കേണ്ട സ്ട്രാറ്റജീസാണ്. ഇതൊരിക്കലും ഒരു സുപ്രഭാതി നമുക്ക് പഠിക്കേണ്ടതല്ല. ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പത്രവാർത്ത വളരെ റെലവൻ്റ് ആണ്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പത്രം വായിക്കുക. കാരണം 18 മാർക്കോളം കറണ്ട് അഫയേഴ്സ് കയറി ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്കിയൊക്കെ പഠിക്കുന്നതിനേക്കാളും പ്രാധാന്യത്തോടുകൂടി കറണ്ട് അഫയേഴ്സ് കാണണം. കാരണം പേപ്പർ 1ഉം പേപ്പർ 2ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? രണ്ടിൻ്റെയും കട്ട് ഓഫുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പേപ്പർ 1ൽ ഏറ്റവും റെലവൻ്റ് ആയിട്ട് ഈ മാർക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ പാസ്സാവില്ല എന്ന രീതിയിലേക്ക് കറണ്ട് അഫയേഴ്സ് അവിടെ നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യ ഘടകമായി മാറുന്നു. അപ്പോൾ അടുത്ത പരീക്ഷ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കറണ്ട് അഫയേഴ്സ് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ വരുന്നു, ബാക്കി 3 ക്വസ്റ്റ്യൻ 24 ചോദിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പത്രവാർത്തകൾ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. സയൻസ് ആൻഡ് ടെക്നോളജി ഫോക്കസ് ചെയ്യുക. എന്നും വായിച്ചു നോക്കുക. അബ്രിവേഷൻസ് പഠിക്കുക. ഇത് ഒരു ശീലമാക്കുക. ഇതിനെ ഇഷ്ടത്തോടെ സമീപിച്ച സെറ്റ് എക്സാം ഒരു പ്രയാസമേ ആവില്ല. കൃത്യം പാറ്റേണുമായിട്ട് CC നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ജനറൽ പേപ്പറിൽ നല്ല മാർക്ക് നേടി ഞങ്ങളുടെ കുട്ടികളെ പാസ്സാക്കിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അടുത്ത സെറ്റ് എക്സാം ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ പേപ്പർ 2 നന്നായി പഠിച്ചു, പേപ്പർ 1 എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇനി എങ്ങനെയാണ് പഠിക്കുന്നത്? അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. കൃത്യം ക്ലാസ്സുകളുമായിട്ട് CCയിലെ ഓരോ അധ്യാപകരുമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും റിവ്യൂസ് തന്നെ നോക്കുക. കോഴ്സിൻ്റെ റിവ്യൂസ് നോക്കുക. ഞങ്ങളുടെ കോഴ്സിൻ്റെ റിസൾട്ട് നോക്കുക.
തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ ഊർജം, ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. തീർച്ചയായിട്ടും അടുത്ത സെറ്റ് എക്സാം മുന്നിൽ കാണുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും നേരത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങുക. ഇനി ഞാനിവിടെ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ്റേണിൽ എന്തായിരുന്നു, റംസാർ സൈറ്റ് എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞു. വളരെ എളുപ്പമുള്ളതായിരുന്നു, പക്ഷേ പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്ത് ചോദിച്ചു. ഇവിടെ ചേരുംപടി ചേർക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് വന്നതാണ് റംസാർ സൈറ്റ്. ഇപ്പം എത്ര റംസാർ സൈറ്റുകളുണ്ട്? ഓരോ പ്രാവശ്യവും റംസാർ സൈറ്റുകൾ, ഇതിപ്പം 2024 ജനുവരിയിലെ റംസാർ സൈറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ റംസാർ സൈറ്റുകൾ അത് കഴിഞ്ഞ ശേഷം അപ്ഡേറ്റ് ആവുന്നുണ്ട്. ചോദിക്കുന്നത് റംസാർ സൈറ്റുമായി ബന്ധപ്പെട്ട 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഈ റംസാർ സൈറ്റ് എത്രാമത്തെയാണ്, പുതുതായിട്ട് നിലവിൽ വന്നത് എവിടെയാണ്, അതിൻ്റെ പേര്, അതിൻ്റെ സ്ഥലം, അവിടെ എന്തെങ്കിലും സംരക്ഷിത മൃഗമോ വസ്തുവോ അല്ലെങ്കിൽ മരങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ റംസാർ സൈറ്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് ഒറ്റ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കണ്ടന്റ് ഫുള്ളായിട്ട് വായിച്ചു പോകാം. പിന്നീട് അത് റിവൈസ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഈ റംസാർ സൈറ്റ് പഠിക്കുമ്പോൾ. ആ രീതിയിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ റംസാർ സൈറ്റ് അടുത്തത് GI ടാഗ് ഒന്നും നിങ്ങൾക്ക് കണ്ണുമടച്ച് മാർക്ക് മേടിക്കാവുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻസിനകത്ത് 1ഉം 2ഉം ആയിരുന്നു. തമിഴ്നാടായിരുന്നു ഇവിടെ ആന്ധ്രാപ്രദേശിൻ്റെ അവിടെ വരേണ്ടത്, അതാണ് തെറ്റിപ്പോയത്. അതുകൊണ്ട് 1, 2 ആയിട്ട് C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കിക്കേ, അടുത്തത് ഇവിടെ വീണ്ടും അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ATCM എന്ന് പറഞ്ഞ് മെയ് 2024 ഒരു മീറ്റിംഗ് നടന്നു. ഇത് എക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു വെന്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ വെച്ച് നടന്നതാണ് ATCM. ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. അത് ഈ കേരളത്തിലാണ് നടന്നത്. എത്ര പേര് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. കൊച്ചിയാണ് അതിൻ്റെ വെന്യൂ ആയിട്ട് വന്നത്. ആ സമയത്ത് പത്രവാർത്തകളിലുള്ളതായിരുന്നു, മറന്നുപോയി കാണും മിക്കവരും. അപ്പം ഇങ്ങനെ ഇക്കോളജിയുമായി ബന്ധപ്പെട്ട വെന്യൂ ആയിരുന്നു ഈ ഒരു പാറ്റേണിൽ കണ്ടത്. ഇനി ഇത് മാത്രമല്ല, കഴിഞ്ഞ തവണകളിൽ ഇതായിരുന്നില്ല. കഴിഞ്ഞ തവണകളിൽ നമ്മൾ ഇക്കോളജിയുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ചോദിക്കുമ്പോൾ പ്രമേയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലെ തലവന്മാരെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. പഠിക്കുമ്പോൾ ഈ പറയുന്ന കൃത്യതയോടുകൂടി ഇങ്ങനെ തന്നെ പഠിച്ചു പോകുക നിങ്ങൾ. ഓക്കെ, ഇനിയും ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് പ്രസ്റ്റീജിയസ് നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. ഓക്കെ, അവാർഡിൻ്റെ കാറ്റഗറിയിൽ എഴുത്തച്ഛനും വയലാറും ഒക്കെ മാറി നിന്നിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം നോക്കിക്കോളൂ, വിനോദ് ഗനത്ര എന്ന് പറയുന്ന വ്യക്തിക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു നെൽസൺ മണ്ടേല അവാർഡ് നമുക്ക് ഫസ്റ്റ് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരുടെയും ഓർമ്മയിലുള്ള ഒരു അവാർഡാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻസർ എഴുതിയിട്ടുണ്ടാവുമോ എല്ലാവരും? ചിലവർ എഴുതിയിട്ടുണ്ടായിരിക്കത്തില്ല, എങ്കിലും പേടിക്കേണ്ട. ഇൻ്റർനാഷണൽ പുരസ്കാരങ്ങളും കൂടെ പരിഗണിക്കുക ഇനി പഠിക്കുമ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവാർഡുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു അവാർഡുമായി ബന്ധപ്പെട്ടത്. ഇവിടെ വിജ്ഞാനരത്ന ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നേരത്തെ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ട് തന്നെ ഇല്ല, ഈ വിജ്ഞാനരത്ന വന്നിട്ടേ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല കൺഫ്യൂഷനായ ഒരു ക്വസ്റ്റ്യനാണ്. മിക്കവരും ഇതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ അത്യാവശ്യം ലെവലുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അവാർഡുകൾ കൂടുതൽ പരിഗണിക്കണമെന്ന് മനസ്സിലാക്കി തന്ന ഒരു ചോദ്യമായിരുന്നു. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? G. പത്മനാഭനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പായിട്ട് എനിക്ക് വീണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുണ്ട്. ജൂലൈ 2025 സെറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിൽ ഒരുപാട് പേര് HSST, HSA തുടങ്ങിയ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ LPSA, UPSA അല്ലെങ്കിൽ വരാൻ പോകുന്ന ടീച്ചേഴ്സ് എക്സാംസിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൃത്യതയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്കൊക്കെയും സെറ്റ് എക്സാം ഒരു വെല്ലുവിളിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ അസ്ത്ര 3.0 എന്ന ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകളുടെ സവിശേഷത, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല. പലരും ചോദിക്കാറുണ്ട്, ഈ ലൈവിലൂടെ ഇത് പഠിക്കാമോ? ഇതിൻ്റെ സിലബസ് വലിയതാണ് അല്ലേ? അപ്പോൾ ഈ വലിയ സിലബസിലെ ലൈവ് ക്ലാസ്സുകൾ മാത്രം നൽകി ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇത് പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് ആയിട്ട് ഇതിൻ്റെ സിലബസിനെ ബേസ് ചെയ്ത് ഞങ്ങൾ റെക്കോർഡഡ് സെഷൻസ് നൽകും.
അത് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ കുട്ടികൾ എന്തിലേക്ക് വരേണ്ടത്? ലൈവ് ക്ലാസ്സുകളിലേക്ക് വരേണ്ടത്. അപ്പം ലൈവ് ക്ലാസ്സുകളിൽ വന്ന് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണമുള്ളത്? നിങ്ങൾക്ക് പോർഷൻസിനെ പറ്റി ധാരണയുണ്ടാകും. ഞങ്ങൾ അധ്യാപകർ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ടായിരിക്കും ആ സമയത്ത് നിങ്ങളിലേക്ക് എത്താറുള്ളത്. അപ്പോൾ നമ്മുടെ PYQ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണകളിൽ നടന്നിരുന്ന ക്വസ്റ്റ്യൻസിനെയൊക്കെ ബേസ് ചെയ്ത് തന്നെ PYQs സെറ്റ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ PYQ ഒക്കെ നോക്കി തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായ പാറ്റേൺ മനസ്സിലാക്കി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, കൊമേഴ്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജനറൽ പേപ്പർ തുടങ്ങിയ എല്ലാ വിഷയത്തിനും സെറ്റ് എക്സാംസിൻ്റെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. കേരളത്തിലെ ഒരുപാട് മികച്ച അധ്യാപകർ ഒരു കുടക്കീഴിൽ അണിനിരിക്കുകയാണ്. വളരെ സീനിയേഴ്സായിട്ട് ഉള്ള അധ്യാപകരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. തീർച്ചയായിട്ടും 3.0 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പാസ്സാകാൻ സാധിക്കും. നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. ഡാം ഷുവറായിട്ടും ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞിരുന്ന പോർഷനാണ്. യുനെസ്കോയാണ് ചോദിച്ചിരുന്നത്. യുനെസ്കോയുടെ മേയുമായി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മീറ്റിങ്ങിനെ ബേസ് ചെയ്ത് എന്നും നമ്മൾ ഇങ്ങനെ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല അവിടെ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒരു അല്പം കൺഫ്യൂഷൻ തോന്നിയതാണ്. 1, 2, 3 ആണ് ആൻസറായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കിയിരിക്കുക. എന്താണ്, യുനെസ്കോയുടെ ഒരു പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഗ്രാമിൻ്റെ പേര് മൗ എന്നാണ്. യുനെസ്കോസ് മെമ്മറി ഓഫ് ദ വേൾഡ് പ്രോഗ്രാം ഹാസ് റീസെൻ്റ്ലി ആഡഡ് ഇന്ത്യൻ ലിറ്ററസി വർക്ക് ഈസ് ഇൻ ദ 10th മീറ്റിംഗ് ഓഫ് ദ മെമ്മറി ഓഫ് ദ വേൾഡ് കമ്മിറ്റി ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ഹെൽഡ് ഇൻ മംഗോളിയ സച്ചാസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ കണ്ടപ്പം യുനെസ്കോ ഡീറ്റെയിൽഡിലേക്ക് തന്നെ പോകണം എന്ന് മനസ്സിലായി. UN, യുനെസ്കോ ഇതൊക്കെ ഉറപ്പായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ബ്രിക്സ് ഒക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന മേഖലകളാണ്. അപ്പോൾ ഇവിടെ യുനെസ്കോയുടെ ഡീറ്റെയിൽഡിലേക്ക് പോയി എന്ന് മനസ്സിലാക്കി തന്ന ഒരു ചോദ്യമാണ്. ഡെഫിനറ്റ്ലി പഠിക്കുമ്പം നമുക്ക് അകത്തേക്ക് ഇറങ്ങി തന്നെ പഠിച്ചു പോകാം. ഇനിയും അടുത്തത് എന്താണ്, GI ടാഗുമായി ബന്ധപ്പെട്ടതാണ്. GI ടാഗുമായി ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? ജോയിൻ്റ് GI ടാഗ് പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകത എന്ന് പറയുന്നത് ജോയിൻ്റ് GI ടാഗ് ആണ്. അത് അത്യാവശ്യം വായിച്ചവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആയിരുന്നു അല്ലേ? എന്താണ്, കർണാടക, കേരള, മൺസൂൺ മലബാർ റോബസ്റ്റ കോഫി അല്ലേ, ആൻഡ് മൺസൂർ മലബാർ അറേബിക്ക കോഫി. ഈ 2 സാധനങ്ങളായിരുന്നു കർണാടകയും കേരളവും തമ്മിലുണ്ടായിരുന്ന ഒരു കോംബോയിൽ വന്നിരുന്ന കാര്യം അല്ലേ? അപ്പോൾ ഇത് വായിച്ചവർക്ക് വലിയ കുഴപ്പമുണ്ടാകാത്ത ഒരു ന്യൂസാണ് എന്ന് കരുതുന്നു. പഠിക്കുമ്പം കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കുക, പോർഷൻസ് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ഒരു ക്ലാസ്സുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ അങ്ങ് തുടങ്ങിക്കോളൂ. അടുത്ത എക്സാമിനേക്കുള്ള പ്രിപ്പറേഷൻ. നമുക്ക് ഒരുമിച്ച് നേടാം ഈ പറയുന്ന സെറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞങ്ങൾ അധ്യാപകരൊപ്പമുണ്ട്. നിങ്ങൾ കോഴ്സിനെ പറ്റിയും കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ നമ്പറിൽ കണക്ട് ചെയ്യുക. വീണ്ടും വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.